അച്ഛപ്പോ പാട്ടാടാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്നുണ്ടല്ലോ ഉച്ചയ്ക്ക് എണീറ്റ് മിക്സ് എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പാപ്പൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞ മിക്സൊക്കെ എടുത്തുകൊണ്ടുവന്നുണ്ട്. പൈതിക്ക് അമ്മേൻ്റെ അടുത്ത് വരാൻ പറഞ്ഞാണ്. എനിക്ക് വയ്യാണ് ഈ വെയിലത്ത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവരാൻ വയ്ക്കുക. അതുകൊണ്ട് അമ്മേനെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി നോക്കിയോട്ടെ. അച്ഛൻ ഉറങ്ങിയില്ലെങ്കിൽ അച്ഛൻ പാട്ടാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പാട്ടാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാറുകൾ കൊണ്ടുവന്നു. നല്ല കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. ജാറ് കൊടുത്താലുണ്ട്. എന്ത് വെയിലൊക്കെ അവിടെ നിന്ന് ഇതിലേ നടന്ന് എന്ത് വെയിലാ എന്ത് വെയിലാ പൊള്ളണ് തലയൊക്കെ. എന്തിനെങ്ങനെ വെയിലത്ത് നടന്നിട്ട് ഒരു കൊട പോലും തന്നില്ലല്ലോ അമ്മ. അച്ഛൻ എല്ലാം റെഡി ആയില്ലേ? ഹായ് ഏതാ പാട്ട് പറഞ്ഞേ? ഒരു പഴയ പാട്ട് പാടാനൊന്നും എനിക്ക് അറിയില്ല. എന്നാലും പഴയ പാട്ട് പാടാം. ഇടയ്ക്കിടയ്ക്ക് പാടാനുള്ള പാട്ടുകളൊക്കെയാണ്. ഞാന് ഗ്രൂപ്പുകളിലൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട് കുറെ. അതൊന്നൊക്കെ ഓരോന്നെടുത്ത് പാടി. അച്ഛന് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, കൊറേ ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ അച്ഛൻ എന്താ രാവിലെ ഭക്തിഗാനം ഏതൊക്കെയോ പാട്ട് പാടും. എന്നിട്ട് വൈകുന്നേരം ആയാലും സന്ധ്യാപ്രാർത്ഥന വൈകുന്നേരം ആയാലും അതങ്ങനെ പാടും. പിന്നെ ഡെയിലി പാട്ട് തന്നെ. ഡെയിലി രാവിലെ പാട്ട് കേൾക്കാം, ഉച്ചക്ക് പാട്ട് കേൾക്കാം, പിന്നെ വൈകുന്നേരം പാട്ട് കേൾക്കാം. പാട്ട് ജീവിതയെ പാട്ടിലായി പോയി. എന്നാ നല്ലൊരു പാട്ട് അടി കൊടുക്ക്. എല്ലാരും വെയിറ്റ് ചെയ്യണതാ. പാട്ട് നോക്കട്ടെ. എന്നാ അച്ഛൻ ഇത് നല്ല നോക്കി പാട്ട് നോക്കട്ടെ. മനസ്സിലായത് അച്ഛൻ ബുക്കിൽ കുറെ പാട്ട് എഴുതി വെച്ചില്ലേ? ബുക്കിലല്ല, മൊബൈലിൽ ഇറക്കിയ പാട്ടുണ്ട്. എന്തായാലും അച്ഛൻ ഇപ്പോ കൺഫ്യൂഷൻ ആക്കില്ല. അച്ഛൻ വേഗം ഏതെങ്കിലുമൊക്കെ പാട്ട് നോക്കട്ടെ. അച്ഛന് പാടാൻ പറ്റിയ ഏതെങ്കിലുമൊക്കെ പാട്ടുണ്ടാവുന്ന അച്ഛൻ അത് എവിടെയെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് ഒന്ന് പാടി ഒന്ന് സെറ്റ് ആയിട്ട് അച്ഛൻ പാടൂലേ? അച്ഛൻ ഇപ്പൊ പാടും. ഒക്കെ സെറ്റ് ആകട്ടെ. അതായത് അച്ഛൻ പാട്ട് നോക്ക്, നല്ല പാട്ട് നോക്കി പാടി. എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാ പാട്ടിന് വേണ്ടിട്ട്. റെഡി അച്ഛാ? ഒരു പഴയ പാട്ട് എടുത്തിട്ടുണ്ട്. ജീവിതം എന്ന ഒരു സിനിമയിലായിരുന്നു പാട്ട്. പഴയൊരു സോങ് ആണ് അത്. 1988 ഒരു 1988 ജീവിതം എന്നൊരു ഗാനമാണ്. യേശുദാസും വാണി ജയറാമും പാടിയ ഒരു പാട്ടാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പാട്. വാണി ജയറാമും യേശുദാസും പാടിയ പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പാടി ഒപ്പിക്കുക കേട്ടോ. അവര് രണ്ടുപേരും ഒന്നായിട്ട് പാടുന്ന പോലെ എങ്ങനെയെങ്കിലും പാടാം, ഒപ്പിക്കാം. ഓക്കെ, റെഡിയോ? സൗണ്ട് വല്ല ചെക്ക് ചെയ്തില്ലോ? എല്ലാം റെഡി അല്ലേ? ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. മാനസം എന്നും നിന്റെ ആലയം, എന്നും നിന്റെ ശ്രീപദം തേടി വരുന്നു ഞാൻ, കൂടെ വരുന്നു. എൻ മാനസം എന്നും നിന്റെ ആലയം, ശ്രീപദം തേടി വരുന്നു ഞാൻ, കൂടെ വരുന്നു. എന്നുയിരേ ഉയരുന്നുറവേ, പൂങ്കുളിരേ കുളിരും കുടമേ, എന്തെല്ലാം ചൊല്ലാനാ ഹൃദയം, നീ എന്നും എൻ്റെ സ്വപ്നം, നീ എന്നും എൻ്റെ സ്വന്തം. എൻ മാനസം എന്നും നിന്റെ ആലയം, എന്നും നിന്റെ ശ്രീപദം തേടി വരുന്നു ഞാൻ, കൂടെ വരുന്നു. നിലവേ നിലവിൻ
പ്രഭയേ എൻ ചിരിയിൽ അലിയും സമയം എന്നുള്ളിൽ നീയേകും അജ്ഞാത മധുരം നീയെന്നും എൻ്റെ ജീവൻ നീയെന്നും എൻ്റെ ദേവൻ എൻ മാനസം എന്നും നിന്റെ നിന്റെ ശ്രീപദം തേടി വരുന്നു ഞാൻ കൂടെ വരുന്നു. കഴിഞ്ഞോ? ഏതാ പാട്ട്? ഏതാ പാട്ട്? അടുത്തേം കൂടി പാടി കൊടുക്കുക. അടുത്ത ഏതെങ്കിലും ചാട്ടിയോടെ ആയിട്ട് പാട്ട് ഏതാ പാട്ട് നോക്ക്. അച്ഛൻ നല്ല പാട്ട്, അച്ഛൻ നല്ല നല്ല കഴിവുണ്ടല്ലോ അച്ഛന്, നല്ല പാട്ടാണല്ലോ. ഇങ്ങനെ വീണ് കിടന്നു പോയ പാടിപ്പോ എല്ലാം ചെയ്തു പോകും. അടുത്ത പാട്ട് നോക്കിയോക്ക്, നല്ല പാട്ട് പാടുന്നുണ്ട്. ഏതാ പാട്ട് നോക്ക്. അച്ഛൻ നല്ല പാട്ട് പാടുന്നുണ്ടല്ലോ, പണ്ടത്തെ സിംഗറാണ് സിംഗർ. ഏതൊക്കെ പാട്ടാണ് ആൽബം പാട്ടൊക്കെ എത്ര പാടിക്കണ് ആൽബമൊക്കെ. എന്നാലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ആവേശത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല പാട്ടൊക്കെ പാടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഒരു പാട്ട് പാടിയുണ്ട്, ഇനി പാടുണ്ടോന്നൊന്നും അറിയില്ല. നോക്കട്ടെ മോനെ, നല്ലൊരു പാട്ട് നോക്കട്ടെ. അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിയിട്ട് അച്ഛന് രണ്ടാമത്തെ പാട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ രണ്ടാമത്തെ പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. സിംഗർ ജയചന്ദ്രൻ സാറ് പാടിയ പാട്ടാണ് ഇത്. 3 പൂക്കൾ എന്ന് പറഞ്ഞ പഴയൊരു പാട്ടാണ്. നല്ലൊരു ജീവിതത്തിൻ്റെ ദൈവത്തിനോടും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഉള്ളൊരു ഇതാണ്, അഭ്യർത്ഥന. എന്നൊരു ജീവിതത്തിൽ ഭൂമിയിൽ എഴുതുന്ന മനുഷ്യരെക്കുറിച്ചും കണ്ണടച്ചുറങ്ങുന്ന ദൈവത്തെക്കുറിച്ച് ഇതൊന്നും കാണുന്നില്ല എന്നൊരു അഭിസംബോധനയാണ് ഇവിടെ പിന്നെ ഈ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ ഈ കഷ്ടതകളൊന്നും ദൈവം കാണുന്നില്ലേ, കണ്ണടച്ചിരിക്കുകയാണോ എന്നൊരു വാക്യം ഇതിലുണ്ട് ഈ പാട്ടിൽ. ഓക്കെ, അപ്പോൾ നോക്കാട്ടോ. ഈ പാട്ട് തുടങ്ങാൻ പോവാട്ടോ. അച്ഛൻ ഇപ്പൊ പാട്ട് പാടാൻ പോവാണേ. 3 പൂക്കൾ എന്ന് പറയുന്ന ഒരു പിക്ചറാണ്. 3 പൂക്കൾ ഏത് ഇയർ ഏതാന്ന് എനിക്കറിയില്ല. ഞാനിതൊന്നും അതൊന്നുമില്ല. നമുക്കൊന്ന് പാടി നോക്കാം കേട്ടോ. പാടാൻ പോവാണേ. എന്നാ അച്ഛൻ്റെ രണ്ടാമത്തെ പാട്ടും കൂടി കേട്ടാലോ. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. ലക്ഷ്യമേതുമറിയാത്ത ജീവിതത്തിൻ പാതയിൽ തപ്പിത്തടയുന്നു നിഴലുകൾ. കത്തി ജ്വലിക്കുന്ന കതിരവനെങ്കിലും നട്ടുച്ചയുമെന്നിവർക്കു പാതിരാ. ഈ നട്ടുച്ചയുമെന്നിവർക്കു പാതിരാ. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. മായാമരീചികയിൽ മനസ്സിനെ ആശകളാൽ മാളിക കെട്ടുന്നു മാനവൻ. കാലത്തിൻ കയ്യിലുള്ള
പീലിയൊന്നൊഴിയുമ്പോൾ കാണുന്നു മുന്നിൽ വെറും ശൂന്യത. കാണുന്നു മുന്നിൽ വെറും ശൂന്യത. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇതിൽ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. കണിയോ ഹായ് അച്ഛൻ്റെ രണ്ടാമത്തെ പാട്ട് ഫിനിഷ് ആയിരിക്കുന്നത് ഗൈസ്. ഐസ് ഏതാ പാട്ട് നോക്കി, നല്ല പാട്ടുകൾ മൂപ്പര് കാണുമ്പോൾ നല്ല കേട്ടോ. ഇതൊക്കെ ഏതാ പാട്ട് നോക്ക്. ഞാൻ കേട്ട് കേൾക്കാത്ത പാട്ടാണല്ലോ രണ്ടാമത്തെ പാട്ട് കേട്ടിട്ടില്ല. പിടി ഓക്കെ ഞാൻ പിടിച്ചോ അച്ഛൻ്റെ പാട്ടെല്ലാവരും കേട്ടല്ലോ. പാട്ട് ഇഷ്ടപ്പെട്ടവര് എന്തായാലും കമന്റിൽ അറിയിക്കട്ടോ. അച്ഛൻ്റെ പാട്ടിനെ പറ്റി എന്തായാലും കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എന്തായാലും അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. മോളോ ഇന്നെന്താ ഹണ്ടിങ്ങിന് പോയില്ല? മോളോ ഇന്നെന്താ ഇര പിടിക്കാൻ പോയില്ല? അല്ലെങ്കിൽ ഡെയിലി കിടീനൊക്കെ പിടിക്കാൻ പോകുന്നതാണല്ലോ. അച്ഛ തത്തേൻ്റെ തൂലുണ്ട് അച്ഛ. തത്തേൻ്റെ തൂല് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു നിലത്തുനിന്ന്. ഇത് ഞാൻ അപ്പം തന്നെ ഇത് കയറിൽ ചുറ്റിയിട്ട് സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഇവിടെ ഒരു ഒട്ടിച്ചിട്ടുണ്ട് സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ. നല്ല രസമാണ് കാണാൻ. ഞാൻ ലൈറ്റ് ഓൺ ആക്കി അവിടെ കണ്ടോ, പച്ച കളർ പോലെ ഉണ്ട്, പിന്നെ ഒരു നീല കളർ പോലെ ഉണ്ട്, കറുപ്പ് കളറും സ്കൈ ബ്ലൂ. അമ്മന്ന് കറി എന്താ? വെള്ളരിയോ? വെള്ളരിയും ഉണക്കല് വറുത്തതും. കറീൻ്റെ ഇപ്പൊ സ്പെഷ്യൽ ഉണക്കല്ലേ? വഴുതന ഉപ്പേരി. ഇത് നാളേക്കുള്ളതല്ലേ ദോശയൊക്കെ? അരി ആട്ട് രാത്രി ആട്ടണേ. പണ്ടേ പാട്ടുകാരനല്ലേ? നീ പണ്ടേ പാട്ടുകാരനെ അച്ഛൻ. അച്ഛനിപ്പോ അടിപൊളി പാട്ടുകാരനാ. അച്ഛന് പണ്ടേ പാട്ട് തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ പാട്ട് കേട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ അറിയിക്കുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ.